ഹേ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ആണ്. ഇന്ന് ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ബാഗ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാഗ്. ലുക്ക്, ഇതങ്ങനെ വലിയൊരു ബ്രാൻഡഡ് ബാഗൊന്നുമല്ല. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയ ബാഗാണ്. ഇത് ആക്ച്വലി ഞാനെൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ബാഗ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ പൈസയ്ക്ക്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബാഗ് വാങ്ങിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇതിലാകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളിങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുപോകാം. പിന്നെ ഇത് അവരുടെ പേജിൽ നോക്കിയപ്പോൾ അതിങ്ങനെ മോം ബാഗായിട്ട് അങ്ങനത്തെയല്ല അങ്ങനെയൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. കാരണം വെച്ചാൽ ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് ബേബീൻ്റെ സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ, ടവല്, ഡയപ്പർ, ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാനുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ വിചാരിച്ചിട്ടൊരു ഇതാകുമ്പോൾ നമുക്കിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടാലും വലിയ ബോറുണ്ടാവില്ല കാണാൻ. അപ്പം ഇതുപോലൊരു സ്ട്രാപ്പ് ഉണ്ട്. പിന്നെ ഒരു ലോങ് സ്ട്രാപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കിങ്ങനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ട്രാപ്പും കൂടി ഉണ്ട്. പിന്നെ ബാഗിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സിപ്പർ ക്ലോഷറാണ് വരുന്നത്. ഇതിന് ബാക്കിൽ ഇതുപോലൊരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ കുട്ടി കുട്ടി പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബാഗിൻ്റെ പ്രത്യേകതകൾ. പിന്നെ നമുക്കിതിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണാം. ഫസ്റ്റ് തന്നെ വാലറ്റാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇത് 3 ഫോൾഡാണ് കേട്ടോ. ഞാൻ ഇതുപോലത്തെ 3 ഫോൾഡ് നോക്കി വാങ്ങിയതാണ്. എനിക്ക് ഇങ്ങനത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഫോട്ടോസൊക്കെ വെക്കാൻ സ്ഥലമുണ്ട്. പിന്നെ കാർഡ്സ്, പിന്നെ ഇങ്ങനെയൊരു എന്താ പറയുക, പൈസ വെക്കാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഒരു കോയിൻസിൻ്റെ കണ്ടോ, കോയിൻസിനുള്ള ഒരു പൗച്ച് ഉണ്ട്. അങ്ങനെ അത്രയാണ് ഈ ഒരു വാലറ്റിലുള്ളത്. നെക്സ്റ്റ് ഐറ്റം കാണുന്നത് സൺഗ്ലാസ്. ദിസ് ഈസ് മൈ സൺഗ്ലാസ്. അപ്പോൾ ഇതാണ് എൻ്റെ സൺഗ്ലാസ് വരുന്നത്. ഇതിൽ അതോട്ടുള്ള സൺഗ്ലാസും കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ എടുത്താൽ. നെക്സ്റ്റ് വരുന്നത് ഒരു ബോട്ടിലാണ്. ഇത് ആക്ച്വലി ഭയങ്കര സ്ലിം ആയതുകൊണ്ട് നമുക്ക് ബാഗിൽ വെച്ചാലും ഇങ്ങനെ എന്താ പറയുക, വീർത്ത് നിൽക്കുന്നില്ല ബാഗ്, ഇങ്ങനെ ബോറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിരുന്നൊരു 300 ml ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിച്ചാൽ. ഇതെനിക്ക് 3 ബോട്ടിൽസായിട്ട് ഒരു സെറ്റായിട്ട് കിട്ടിയതാണ്. ഇത് ഒരു 2 ലിറ്ററിൻ്റെ ഒരു വലിയ ബോട്ടിൽ, പിന്നെ ഇതിലൊരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ നോർമലി ഇപ്പോൾ റൂമിലൊക്കെ വെക്കുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ആ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ എൻ്റെ അനിയത്തീൻ്റെ കയ്യിലാണുള്ളത്. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് ബാഗിലിട്ടുള്ള സ്ലേക്ക് ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ബാഗിലിട്ടാലും അങ്ങനെ ബോറൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ. പിന്നെ നെക്സ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു കുട്ടി ടവലാണ് കേട്ടോ. ഇത് ആക്ച്വലി ആദ്യമായിട്ടുണ്ടായതിനു ശേഷം എൻ്റെ ബാഗിലേക്ക് കുടിയേറിയിട്ടുള്ള ഒരാളാണ്. ഇത് ഞാൻ എന്തിനെടുത്ത് വെച്ചതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പെട്ടെന്ന് ബേബീനെയും കൊണ്ടൊക്കെ പോകുമ്പം പെട്ടെന്ന് ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളിപ്പം എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമുക്കൊരു ഫീഡിങ് ഫെസിലിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ കുഞ്ഞുങ്ങളോടത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് ഫീഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ടവലാകുമ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഫീഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടുള്ളൊരു സാധനം കേട്ടോ. ഒരു നോർമലി കുറച്ച് മുന്നേ വരെ ഇതിൽ ആദൂട്ടൻ്റെ സാധനങ്ങളും എൻ്റെ സാധനങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ആദൂട്ടിന് വേറെ ബാഗ് വാങ്ങിയപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതിലിപ്പം എൻ്റെ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇതിലുള്ളതൊരു ബുക്കാണ്. ഇത് ഇക്കിഗായി പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. നെക്സ്റ്റ് ഒരു ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ ഒരു ക്ലോ ക്ലിപ്പ് ഉണ്ട്. അങ്ങനെ അത്രയാണ് ഈ ഒരു ഇതിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്ത് എന്താ നോക്കാം. ഇപ്പുറത്തിൽ ഫസ്റ്റ് കാണുന്നത് ഒരു മൈ ഇയർഫോൺ, പിന്നെ ഒരു ചാർജിങ് കേബിളുമാണ് ഇതിലുള്ളത് കേട്ടോ. പിന്നെ ഒരു കുട്ടി പൗച്ചുണ്ട്. ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സൺസ്ക്രീൻ സ്റ്റിക്ക്. ഇത് ആക്ച്വലി നമുക്ക് സൺസ്ക്രീൻ ഈ മണത്ത് നോക്കുന്നത് 2 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ അതെടുത്ത് വെച്ചതാണ്. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുതന്നെ കേട്ടോ. പിന്നെ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ബട്ടർ ഉണ്ട്. ഇത് കഫീൻ്റെ കോഫി ബോഡി ബട്ടർ വിത്ത് ബെറീസ് എന്നിട്ടുള്ള കേട്ടോ. ഇത് ആക്ച്വലി എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ നമ്മൾ
കാറിലെ എ സിയിലൊക്കെ യാത്ര ചെയ്യുമ്പം കുറച്ചും കൂടി നമ്മുടെ സ്കിന്നെല്ലാം ഇങ്ങനെ വലിഞ്ഞ് ഒരു മുരിയുന്ന പോലെയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി എടുത്തു വെച്ചാൽ ഇത് ഓൾറെഡി യൂസ് ചെയ്ത് തീരാനായിട്ടുണ്ട്. അങ്ങനെ എടുത്തുക്കുന്ന ഇതാണ്. പിന്നെ ഇത് നമ്മുടെ റെനയുടെ PH സ്റ്റിക്കാണ്, ലിപ് ബാം. ഇതെനിക്ക് സ്ലിറ്റനിൽ ട്രയൽ പോയിൻറ്റ്സ് വെച്ച് കിട്ടിയതാണ്. പിന്നെ ഒരു ലിപ് ബാമും കൂടെ ഉണ്ട്, സുഡിയോടെയാണ്, വാനില ലിപ് ബാം. പിന്നെ ഇതിലുള്ളത് ഇതെല്ലാവർക്കും കണ്ട് പരിചയമുണ്ടാകും. ഇത് നമ്മളെ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവരുന്ന തലവേദനേൻ്റെയൊക്കെ മരുന്ന് പറയുന്നില്ലേ, അതാണിത്. ഇത് തലവേദന മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആശ്വാസം കേട്ടോ. ഇങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ നല്ലൊരു സുഖം. പിന്നെ ഒരു പോക്കറ്റ് പെർഫ്യൂം ഉണ്ട്. അയ്യോ ഗൈസ്, അതെൻ്റെ കയ്യിൽ പോകുന്നു ഗൈസ്. പിന്നെ ഇതെൻ്റെ ഓയിൻമെൻറ്റ്. ഇത് ഐ ഓയിൻമെൻ്റ് ആണ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഐലിഡ്സ് ഇങ്ങനെ ഡ്രൈ ആവും, അപ്പോൾ അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു കുട്ടി ഇതുണ്ട്, റോൾ ഓൺ പെർഫ്യൂം. പിന്നെ 2 ബാൻഡേഡ്. അപ്പം അത്രയാണ് ഈ ഒരു പൗച്ചിലുണ്ടായിരുന്നത് കേട്ടോ. ലിപ് ബാമൊന്നും എനിക്ക് തീരെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യം കേട്ടോ. കാരണം എൻ്റെ ലിപ്പെല്ലാം ഭയങ്കര ഡ്രൈയാണ്. അപ്പോൾ ഒരു ലിപ് ബാമെങ്കിലും എൻ്റെ ബാഗിൽ അധികം കാണും. ബിക്കോസ് ചുണ്ടിങ്ങനെ ഡ്രൈ ആയിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം അതാണ്. പിന്നെ നെക്സ്റ്റ് ഇതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബാഗിൻ്റെ ലോങ് ചെയിൻ. എന്തിന് ഞാൻ ബാഗിലിപ്പോൾ നടക്കുന്നത് എന്നെനിക്കറിയില്ല ഗൈസ്. ഇത് നമുക്ക് ഇതെങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്താൽ നമുക്കിതിങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഇതിലുള്ളത് ഇത് അവീനോൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ആദ്യമായിട്ടുണ്ടതാട്ടോ ആക്ച്വലി. പിന്നെ ഒരു ക്ലോ ക്ലിപ്പും കൂടെ ഉണ്ട്. പിന്നെ ഒരു സ്ക്രഞ്ചീസ് ഉണ്ട്. പിന്നെ ഒരു ലിപ് ബാമും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ലിപ് ബാം എനിക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇത് കെവിസ്റ്റഡ് പ്ലേഡ് ഒരു ലിപ് ബാമാണ് കേട്ടോ. അത് SPF ഒക്കെ ഉള്ള ലിപ് ബാമാണ്. അപ്പം ഒരു ക്ലോ ക്ലിപ്പും കൂടി ഉണ്ട്. അപ്പോൾ അത്രയാണ് ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതുപോലൊരു സിപ്പർ പോക്കറ്റും കൂടി ഉണ്ട് ഇതിനുള്ളിൽ. നമുക്ക് ഇതിലെന്താ നോക്കാം. ഇതിൽ ആക്ച്വലി ഒരു കുട്ടി ബോക്സ് ഉണ്ട്. ഇതെൻ്റെ ഒരു കുട്ടി ആക്സസറി ബോക്സെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇതിൽ വീണ്ടും പെൺകുട്ടികൾക്ക് ഹെയർ ടൈസും ഇങ്ങനത്തെ ക്ലിപ്സും ഇല്ലാണ്ട് അവരെ ഹാൻഡ് ബാഗ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. കണ്ടോല്ലോ, ഹെയർ ടൈസ് പിന്നെ ടിക് പിന്നെ ഇയറിങ്സ്, പിന്നെ കുറേ പൊട്ടുകൾ, അതൊക്കെയാണ് ഇതിലുള്ളത് കേട്ടോ. ഒരു എമർജൻസി ആക്സസറി ബോക്സ് എന്നൊക്കെ പറയാം നമുക്ക്, പെട്ടെന്നൊക്കെ ഒരാവശ്യം വരുമ്പം. പിന്നെ ഒരു കുഞ്ഞി പോക്കറ്റ് ടിഷ്യൂ ഉണ്ട്. പിന്നെ ഒരു കുട്ടി പൗച്ച്. അതിൽ പാഡ്സും പാൻറ്റി ലൈനേഴ്സും ഒക്കെ ഉള്ളത് ഇതിലാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു പെർഫ്യൂം ക്രീം സബായേൻ്റെതാണ് കേട്ടത്. ഇത് നമുക്കിങ്ങനെ എടുത്തിട്ട് ക്രീം ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ എന്താ പറയുക പൾസ് പോയിൻറ്റിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ അത്രയാണ് അതിലുള്ളത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ബാഗ്. പിന്നെ ഈ കുട്ടി പോക്കറ്റ്സിലൊക്കെ എന്താ വെച്ചാൽ കുറേ ടവലുകൾ എൻ്റെ ബാഗിൽ കാണാം. ഇപ്പോൾ ആദ്യമായിട്ട് വന്നതിന് ശേഷം ടവലുകളുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ ഇതാ. അപ്പോൾ അതാണ് ഈ പോക്കറ്റ്സിലുള്ളത്. പിന്നെ ഇപ്പോഴത്തെ പോക്കറ്റ്സിലാണെങ്കിൽ ഒരു ഇതുണ്ട്, നോർമൽ ഒരു പ്ലാസ്റ്റിക് ബാഗ്. ഇതെന്തിനാ വെച്ചാൽ നമുക്കിപ്പം എന്തെങ്കിലും ഇപ്പോൾ യൂസ് ചെയ്ത ഡയപ്പറൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഈ പോക്കറ്റ്സിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ അത്രയാണ് ഈ ബാഗിനുള്ളിലുള്ളത്. പിന്നെ ഇതിനുള്ളിലൊരു കുഞ്ഞി സിപ്പർ പോക്കറ്റും കൂടി ഉണ്ട്. ഇതിൽ ഒരു നോട്ട് പാഡും ഒരു പേനയും. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള പോക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 50 രൂപയുണ്ട്. പിന്നെ ഒരു കോയിൻ. ഇത് ഇന്ത്യൻ അല്ല, ഇത് കുവൈറ്റിലെ കോയിനാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് തന്നിട്ട് പോയതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എൻ്റെ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങൾ കേട്ടോ.
നിങ്ങൾ പറയൂ, നിങ്ങളുടെ ബാഗിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് തിങ് എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ഈ ഒരു ഐറ്റം ഇല്ലാണ്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നൊരു കാര്യം എന്താണ്? അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയാണ് എൻ്റെ ബാഗിലത്തെ സാധനങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.